യാ നബ്ദ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ Okay. സെൽഫ് ഇൻട്രൊഡക്ഷൻ അല്ലേ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നതിന് നമ്മൾ അറബിയിൽ എന്താ പറയാന്നറിയോ? عارف نفسك. ആരിഫ് നഫ്സക്. ഇത് നമ്മൾ ഇന്റർവ്യൂക്കൊക്കെ പോകുന്ന സമയത്താണ് ഈ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുള്ളൂ. അല്ലാതെ നമ്മളൊരു ജനറലി നമ്മൾ ഒരാളെ കാഷ്വലി കാണുമ്പോഴൊന്നും പറയില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ആരിഫ് നഫ്സക് അല്ലെങ്കിൽ ഗദ്ദിം നഫ്സക് എന്നും പറയാം. ഗദ്ദിം നഫ്സക്. ഓർ വി ക്യാൻ ഓൾസോ സേ ഖബ്ബർനി അൻ നഫ്സക്, നിന്നെ കുറിച്ച് ഞാൻ അറിയട്ടെ, ഖബ്ബർനി എന്നും പറയാട്ടോ. اوكي. അല്ലെങ്കിൽ ഗുല്ലി അല്ലേ, ഗുല്ലി, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ത്, നിന്നെ കുറിച്ച് അറിയട്ടെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ആരിഫ് നഫ്സക്, ഗദ്ദിം നഫ്സക് എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ്. ആരിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയും അല്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അറിയിക്കുകയാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫാണ് നഫ്സ് അല്ലെ. നമ്മൾ സെൽഫ് ഉള്ളതാണ്, സെൽഫ് എന്നതിനാണ് നമ്മൾ നഫ്സ് എന്ന് പറയാ. അപ്പം പിന്നെ നഫ്സി എന്ന് പറഞ്ഞാൽ മൈ സെൽഫാണ്. നഫ്സിന്റെ എൻഡിൽ നമ്മൾ പഠിച്ചില്ലേ, ഇസ്മി, എൻ്റെ പേര് ഒക്കെ പഠിച്ചില്ലേ. അതെ അതെ. ഇസ്മിന്റെ എൻഡില് ഈ എന്ന് ചേർത്താൽ എന്തായി? എൻ്റെ. അതുപോലെ തന്നെ നഫ്സ്, സെൽഫിന്റെ ആ നഫ്സിന്റെ എൻഡിൽ ഈ ചേർത്തിയാൽ എന്തായി? നഫ്സി, മൈസെൽഫ്. മൈ സെൽഫായി അല്ലേ. അപ്പൊ യുവർ സെൽഫ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ക് സൗണ്ട് ഇക്ക് ചേർത്താൽ നഫ്സക്. മതി. അതാണ് ആരിഫ് നഫ്സക്, യുവർ സെൽഫ്. മനസ്സിലായോ? സോ എല്ലാത്തിലും അറബിയിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ സോ ആരിഫ് നഫ്സക്, നിന്നെ കുറിച്ച് അറിയട്ടെ. സോ നഫ്സി, മൈസെൽഫ്. സോ ഐ ലവ് മൈസെൽഫ്. എന്താ ഐ ലവ് എന്നുള്ളതിന്റെ അറബിക് വേർഡ്? أنا أحب. ഒഹെബ് അല്ലെ. ഒഹെബ് നഫ്സി, ഒഹെബ് നഫ്സി, ഐ ലവ് മൈസെൽഫ്. ഓക്കെ, ഇനി സോ പിന്നെ ആരിഫ് അല്ലെ, നമുക്കറിയാം ആരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയും അല്ലെ. അവിടുന്നാണ് ഈ ആരിഫ് വന്നത്, അറിയട്ടെ അല്ലെ. എനിക്കറിയും എന്നെങ്ങനെ പറയാ? അന ആരിഫ്, അന ആരിഫ്, അന ആരിഫ് അറബി, എനിക്ക് അറബി അറിയാം അല്ലെ. അതുപോലെ തന്നെ അറിയാം എന്നത് നമ്മൾ എദ്രി എന്നും യൂസ് ചെയ്യാറുണ്ട്. അറബ്സ് പൊതുവെ എദ്രി എന്നാണ് ഉപയോഗിക്കാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? أدري. ഇല്ല, അന എദ്രി, ഐ നോ, എനിക്കറിയാം. അന മാദ്രി, എനിക്കറിയില്ല. ഓക്കെ, نعم. സോ അന ആരിഫ്, അന അദ്രി. ഇനി അന മാലൂം എന്നും ചിലർ പറയാറുണ്ട്. അന മാലൂം, ഐ നോ. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്? എനിക്കറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് വൊക്കാബുലറീസ് ഇതിന്റെ കൂടെ പഠിച്ചെന്നുള്ളൂ കേട്ടോ. ഇതൊന്നും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? പേരെന്താന്ന് ചോദിക്കും അല്ലേ. അപ്പം അത് അറബിയിൽ എങ്ങനെ നമ്മൾ ചോദിക്കുക? شو വാട്ട്സ് اسمك؟ യുവർ നെയിം نعم. അല്ലെ. ഷുസ്മെക് نعم എന്ന് شو ചോദിക്കും. اسمك؟ ഷുസ്മെക്, എന്താ നിന്റെ പേര് അല്ലെ. ഷു എന്താന്നുള്ളതിന് നമുക്ക് ഷു, ഷുനു, ഏഷ്, വുഷ് എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം വാട്ട് എന്നതിന്റെ അറബിക് വേർഡാണ്. സോ ഏഷ് ഇസ്മക്, നിന്റെ പേരെന്താണ്? പെണ്ണിനോടാണെങ്കിൽ ഏഷ് ഇസ്മിക് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എമിറാത്തിലൊക്കെ പിന്നെ എന്താണ്, ഇസ്മച്ച് എന്നാണ് ചോദിക്കാറ് അല്ലേ. പെണ്ണ് اسمك. അല്ലെ, പെണ്ണാവുമ്പം ഇസ്മക്ക് എന്നുള്ളതിന് പകരം ഇസ്മച്ച് എന്ന് ചോദിക്കും. ഓക്കെ, സോ അപ്പൊ ഇസ്മക്ക് എന്ന് പറഞ്ഞാൽ ആണിനോട്, ഇസ്മിക് അല്ലെങ്കിൽ ഇസ്മച്ച് എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിനോട്. ഓക്കെ, നമ്മൾ പേര് ചോദിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് ഷുസ്മക് എന്ന് ചോദിച്ചാൽ അതൊരു പൊളൈറ്റ്നെസ് ഇല്ല അതില്. അപ്പോൾ ഒരു കുട്ടിനോടാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഷുസ്മക് യാ വലത് അല്ലെ, എന്താ മോനെ നിന്റെ പേര്. അതിന് എൻഡിൽ നിങ്ങൾ എന്ത് ചോദിക്കുക? ആഡ് ചെയ്യുക, വലത്. അല്ലെങ്കിൽ ഷുസ്മക് യാ ബിന്ത്, എന്താ മോളെ നിന്റെ പേര് ഇല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ പള്ളിയിലൊക്കെ കാണുന്ന പിന്നെ പെണ്ണുങ്ങളോടൊക്കെ ആണെങ്കിൽ എന്ത് ചോദിക്കാം? കെഫ് ഹാലക് യാ ഹബീബി, പെണ്ണിനോടാണെങ്കിൽ ഹബീബ്തി അല്ലേ. വെറുതെ കെഫ് ഹാലക് എന്ന് ചോദിക്കണേക്കാളല്ലേ യാ ഉഖ്തി, എന്താ നിങ്ങളെ വിശേഷം മൈ ഡിയർ സിസ്റ്റർ. അതും കൂടെ ചേർത്ത് പറയുമ്പം ഒന്നും കൂടി എന്താവും? അതെ, polite ആയിട്ട്. പൊളൈറ്റ് ആയിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? തറാവീഹിനൊക്കെ പള്ളിയിലൊക്കെ പോയിരുന്നോ? അല്ല, തറാവി നമ്മള് വീട്ടിൽ തന്നെ നിസ്കരിക്കും. ആണല്ലേ. അപ്പൊ ഈ യുദ്ധം കാരണം അവിടെ അങ്ങനെ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണോ? അല്ല അല്ലല്ല, യൂഷ്വലി ആണുങ്ങളാണ് പള്ളിയിൽ പോകുന്നത്. നമ്മള് ആ ഉമ്മായി ഞാനും ഉണ്ട്, അപ്പൊ ഞങ്ങള് രണ്ടും വീട്ടിൽ തന്നെ നിസ്കരിക്കും. ഓക്കെ, തമാം തമാം. അപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി എന്താണ്, അറബ്സിനായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാൻ അവസരം കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അല്ലാതായാലും മതി. നിങ്ങൾക്ക് റൂംമേറ്റ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഫ്ലാറ്റ് മേറ്റ്സോ ഒക്കെ അല്ല, ഉണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ആ, ഹോസ്പിറ്റലില് കൊളീഗ്സ് പേഷ്യൻസ്. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, എപ്പോഴും അവർ യാ സദീഖ്, യാ അതെത്തി. ഹബീബ്, യാ ആ ഹബീബ്തി, അഖ്തി എന്നൊക്കെ ആ പറഞ്ഞിട്ടാണ് എന്ത് കാര്യമാണ് ചോദിക്കുക അല്ലേ. എന്താ വിശേഷം എന്നാണെങ്കിലും ഒക്കെ ഹാലക്ക് യാ ഉഖ്തി അല്ലേ, അതെ അങ്ങനെയാണ് അതെ. ചോദിക്കുക. ഇനിയിപ്പോ നമ്മളൊരു ഗ്രാനി ആയിട്ടുള്ള ഒരു പെണ്ണിനോടാണെങ്കിൽ യാ മാമ അല്ലേ, ആ യാ ആ മാമ കെഫ് ഹാലിക് യാ മാമ, അല്ലെങ്കിൽ യാ അമ്മി, ഓക്കെ, അല്ലെങ്കിൽ ബാബ, ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഒന്നും കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അവർ പെട്ടെന്ന് ചിരിച്ചിട്ട് നമ്മളടുത്ത് എന്ത് ചെയ്യും?
നമുക്ക് റിപ്ലൈ തരും. സോ നമ്മൾ എങ്ങനെ ചോദിക്കുക എന്നുള്ളത് പഠിച്ചില്ലേ? അപ്പോൾ ഷൂ, ഷുനു, എ, ഷൂഷ് എന്നതൊക്കെ എന്താണ് വാട്ട് എന്നതിൻ്റെ അറബിക് വേർഡാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ തമാം. ഉം. ഇനി നമ്മൾ ചോദിക്കും എന്ത്, ഏജ് എത്രയാണ് അല്ലേ? ഹൗ ഉം. ഓൾഡ് ആർ യു? സോ ഹൗ ഓൾഡ് ആർ യു എത്രയാണ് എന്നതിന് കെം എന്നാണ് ഉപയോഗിക്കുക അല്ലേ? കെം. കെം ഉംറക്. കം ഉംറക്. ഉംറാണ് എന്ത്, വയസ്സ്. അപ്പൊ നിന്റെ വയസ്സാകുമ്പം ഉംറക്, കം ഉംറക് അല്ലെ? പെണ്ണിനോടാണെങ്കിൽ കം ഉംറജ് എന്ന് ചേർക്കാം, അല്ലെങ്കിൽ ഉംറക് എന്നും ചോദിക്കാം അല്ലെ? സോ കം. ഇപ്പൊ നമ്മൾ വില ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ടല്ലേ, ഇതിന് എത്രയാണെന്ന് എങ്ങനെ നിങ്ങൾ ചോദിക്കാറ്? കം 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 ഹാദ അല്ലേ? കം ഇതിന് എത്ര വില? കം സിയാർ, എത്രയാണ് വില? സോ ഹൗ ഓൾഡ് ആർ യു, ഹൗ എന്നുള്ളതാണ് എന്ത്, കം. അപ്പൊ നമ്മൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ കൂടെ 2 ക്വസ്റ്റ്യൻ വേർഡ്സ് കൂടെ പഠിച്ചു അല്ലേ? വാട്ട് പഠിച്ചു, എ, ഷു, ഷുനു, വുഷ് എന്നുള്ളത് വാട്ടും, കം എന്ന് പറഞ്ഞാൽ ഹൗ അല്ലേ? എത്രയാണ് എന്നതിന് കം എന്നുള്ളതും പഠിച്ചു അല്ലേ? ഇനി നാഷണാലിറ്റി അല്ലേ? ഏത് നാട്ടുകാരെയാണ്? ഇപ്പം നമ്മൾ കുറേ ക്രൗഡിലൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ തന്നെ മോസ്കിലൊക്കെ ആണെങ്കിൽ അവർ ചോദിക്കും, നമ്മൾ അറബിയിലൊക്കെ ഉഷാറായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ചോദിക്കും എന്ത്, നാഷണാലിറ്റി ഏതാണ് അല്ലേ? എവിടെ നിന്ന് ഉള്ള ആളാണ്? അതാണ് ജിൻസിയ. ജിൻസിയാണ് എന്ത്, നാഷണാലിറ്റി. ഓക്കെ, ജിൻസിയ എന്നാണ് നാഷണാലിറ്റി. അപ്പം ഇഷ് ജിൻസിയത്തക്, നിന്റെ നാഷണാലിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ? ഇഷു ജിൻസിയത്തക്, നിന്റെ നാഷണാലിറ്റി എന്താണ്? സോ നിങ്ങൾക്ക് എന്ത് പറയാം, എന്താണ് ഇഷു ജിൻസിയത്തേക്ക്? അന ഹിന്ദിയ. അന ഹിന്ദിയ, ഞാൻ ഇന്ത്യക്കാരിയാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ഇന്ത് മിൻ വെയിൻ. ആണിനോടാണെങ്കിൽ ഇന്ത് മിൻ വെയിൻ, നീ എവിടെ നിന്നാണ്? അല്ലെങ്കിൽ പെണ്ണിനോടാണെങ്കിൽ ഇന്ത് മിൻ വെയിൻ ഓർ മിൻ വെയിൻ ഇന്തി. അപ്പൊ എങ്ങനെ പറയും നമ്മൾ ആൻസർ? ഐ ആം ഫ്രം ഇന്ത്യ. അനമിനൽ ഹിന്ദ്. അനമിനൽ ഹിന്ദ്, ഞാൻ ഇന്ത്യക്കാരിയാണ് അല്ലേ? സോ ഇന്ത, നീ, മിൻ, ഫ്രം, വെയിൻ, വേർ. സോ എഗെയിൻ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചു അല്ലേ? എവിടെ, വെയിൻ എന്നുള്ളത് അല്ലേ? വെയിൻ വലത്, എവിടെയാണ് മോനെ? വെയിൻ, എവിടെ. സോ ഇന്ത മിൻ വെയിൻ, നീ എവിടെ നിന്നാണ്? പെണ്ണിനോടാണെങ്കിൽ ഇന്തി മിൻ വെയിൻ, നീ എവിടെ നിന്നാണ്? സോ അനമിനൽ ഹിന്ദ്, അന ഞാൻ, മിൻ ഫ്രം, ഹിന്ദ് ഇന്ത്യയിൽ നിന്നാണ്, അനമിനൽ ഹിന്ദ്. ഇനി എവിടെയാണ് താമസിക്കുന്നത്? നമ്മൾ ലിവ് ചെയ്യാന്ന് പറയില്ലേ, വേർ ആർ യു ലിവിങ്? അതാണ് സാക്കിൻ എന്ന വേർഡ്. ഓക്കെ, ലിവിങ്. സോ വേർ സാക്കിൻ, എവിടെയാണ് താമസിക്കുന്നത്? സോ പെണ്ണിനോടാണെങ്കിൽ എങ്ങനെ ചോദിക്കും? വേർ ആർ യു ലിവിങ്? ആ, പെയിൻ പെയിൻ വേൻ കേട്ടില്ല. സാക്കിന. സാക്കിന ഷാക്കിന. അല്ലെ? ആണിനോടാണെങ്കിൽ സാക്കിൻ, വേർ ആർ യു ലിവിങ്. പെണ്ണിനോടാണെങ്കിൽ സാക്കിന അല്ലെ? വേൻ സാക്കിന. അപ്പൊ എവിടെയാണ് നിങ്ങൾ? വേൻ സാക്കിന, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെ ആൻസർ സാക്കിന ഫി പറയും? ദുബായ്. സാക്കിന ഫി ദുബായ് അല്ലെ? അപ്പൊ അന സാക്കിന, നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോ എന്ത് പറയണം? അന സാക്കിന. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണം കേട്ടോ. എനി ഡൗട്ട്സ്? അപ്പൊ നമ്മൾ ഓക്കെ. പേര് ചോദിക്കാൻ പഠിച്ചു. ദെൻ ഹൗ ഓൾഡ് ആർ യു കം അംറക്. ദെൻ വി ലേൺഡ് വാട്ട്സ് യുവർ നാഷണാലിറ്റി ഓർ വേർ ആർ യു ഫ്രം അല്ലെ? ഇൻ മിൻ വെയിൻ. സോ അതൊക്കെ ചോദിക്കണം നിങ്ങൾ. നിങ്ങളെ ഓഫീസിൽ എവിടെയൊക്കെയുള്ള ആൾക്കാരുണ്ട്? എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്? അറബ്സ് ഏതൊക്കെ നാഷണാലിറ്റി ഉണ്ട്? ഏതൊക്കെ അറബ്സ് ഉണ്ട്, പിന്നെ സുഡാനീസ് ഉണ്ടോ? മലയാളീസാ കൂടുതലും. അറബ് സൗദീസ് അല്ല, സുഡാനീസ് നിങ്ങൾ ഉണ്ട്, സുഡാനീസ് അല്ല, എമിറാത്തീസ് ഉണ്ട് എമിറാത്തീസ് കൂടുതലും. ആണ് അല്ലേ? ഫുൾ എമിറാത്തീസ് മാത്രമേ ഉള്ളൂ. എമിറാത്തീസ് ഉണ്ട്, ഈജിപ്ഷ്യൻസ്, സിറിയൻസ് ഒന്നുമില്ല. ഈജിപ്ഷ്യൻസ് ഉണ്ട്. ഈജിപ്ഷ്യൻസ് ഉണ്ട്. ഈജിപ്ഷ്യൻസിന്റെ അറബി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ. എല്ലാ വേർഡ്സും അവർ ഹാഫ് ആക്കി കട്ട് ചെയ്തിട്ട് ആണ് അവർ പറയുക. അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷും ഡിഫറെന്റ്. ഏഹ് അവരുടെ ഇംഗ്ലീഷും ഡിഫറെന്റ് ആണ്. അവരുടെ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഒരു ഭയങ്കര ഒക്കെ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്. അതാണ് അവർ ഈജിപ്ഷ്യൻസ് ഭയങ്കര ഡിഫറൻസ് ആണ്. സിറിയൻസ് പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഈജിപ്ഷ്യൻസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിന് അവരുടെ ഇടയിൽ നിന്ന് പറഞ്ഞു തന്നെ പഠിക്കണം. ഓക്കെ, നൗ ആർ യു മാരീഡ് അല്ലെ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഇന്തി മുത്തസവ്വജ. ഇന്തി മുത്തസവ്വിജ. ഇന്തി മുത്തസവ്വിജ ഫീമെയിൽ ആയതുകൊണ്ടാണ് ഇന്തി മുത്തസവ്വിജ. ആണാണെങ്കിൽ ഇന്ത മുത്തസവ്വിജ് അല്ലെ? ഇന്ത മുത്തസവ്വിജ്, നീ വിവാഹിതനാണോ? അപ്പൊ എങ്ങനെ ആൻസർ പറയാ? അന മുത്തസവ്വിജ. അന മുത്തസവ്വിജ, ഞാൻ മാരീഡ് ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും എന്ത്? ഐന്ദക് അയാൽ അല്ലെ? അല്ലെങ്കിൽ ഐന്ദക് അത്ഫാൽ. സോ ഐന്ദ മീൻസ് ഹാവ് ആണ്, ഉണ്ട്. ഐന്ദ മീൻസ് ഉണ്ട്.
എന്തയുടെ എൻഡിൽ ഈ ചേർത്തിയാൽ എന്തായി? എന്തി ഐ ഹാവ് ആയി അല്ലേ? എന്തി അതെ. എന്തി വലത് എനിക്ക് മോനുണ്ട്. എന്തി ബിൻതേൻ എനിക്ക് 2 മോളുണ്ട്. സോ എന്തി എന്ന് പറയുമ്പം ഐ ഹാവ്. യു ഹാവ് ആകുമ്പം എന്തയുടെ എൻഡില് ക്ക് ചേർത്ത് കൊടുക്കുക അല്ലേ? എന്തക് നിനക്കുണ്ടോ? പെണ്ണിനോടാണെങ്കിൽ എന്തച്ച് ഓർ എന്തി. സോ എന്തച്ച്. എന്തച്ച് അയാൾ. നിങ്ങൾക്ക് മക്കളുണ്ടോ? എന്തി വലത്. എന്തി വലത് അല്ലേ? എന്തി വലത്. സോ ഇനിയിപ്പോ നമുക്ക് എത്ര കുട്ടികളുണ്ട്, എത്ര മോനുണ്ട് ചോദിക്കുകയാണെങ്കിൽ കം വലത് അല്ലേ? നമ്മൾ എത്ര എന്നുള്ളതിൻ്റെ ഇത് പഠിച്ചു. കം വലത് എന്തച്ച്. സോ കം വലത് എന്തച്ച്. വാഹിദ്. അപ്പം ഫുള്ള് പറയൂ, ആൻസർ ഫുള്ള് പറയൂ. എന്തി എന്തി വാഹിദ് വലത്. എന്തി വാഹിദ് വലത്. ജസ്റ്റ് വലത് എന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഒന്നും കൂടി പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. വലത് എന്ന് പറഞ്ഞാൽ ഒരു മോനെന്നാണ്. ഇനിയിപ്പോ 2 മോനാണെങ്കിൽ എങ്ങനെ പറയും? ഐ ഹാവ് 2 എന്തി sons. വലതൈൻ. എന്തി ഇത്നീൻ വലതൈൻ. വലത്. ഓക്കെ, അഹ്സൻതി നന്നായി ചെയ്തു. അപ്പൊ എന്തി വലതൈൻ. അപ്പൊ 2 ആണെങ്കിലൊക്കെ എ എന്ന് ചേർത്ത് കൊടുത്താൽ മതി അറബിയില്. അതും അറബി സംസാര ഭാഷയുടെ ഒരു എളുപ്പമാണ് അല്ലേ? ബിൻതേൻ. ഓക്കെ, ഗലമേൻ 2 പെന്ന് ഒക്കെ എൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, നൗ ജോലി ചെയ്യല്ലേ. ജോലിക്ക് നമുക്ക് കുറെ അറബിക് വേർഡ്സ് ഉണ്ട്. ഷോൽ എന്ന് പറയാറുണ്ട്, കേട്ടില്ലേ? ഷോൽ അല്ലേ? അതുപോലെ തന്നെ അമൽ. അമൽ അല്ലെ? അമൽ എന്ന് പറയുമ്പോൾ പണി എന്നുള്ള രീതിയിൽ അല്ലെ? ജോലിയുണ്ട്, പണിയുണ്ട്, വലീഫ ഉണ്ട്. വലീഫ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി പ്രൊഫഷണൽ ആയിട്ട് പറയുന്നതാണ് വലീഫ. കേട്ടുണ്ടോ വലീഫ? ഇല്ല. ഇല്ല. ഷുഗലും അമലും കേട്ടുണ്ടാവും അല്ലേ? ഷുഗൽ കേട്ടിട്ടുണ്ട്. അമൽ അല്ലാത്ത രീതിയിലുള്ള അമലുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതന്നെ, അമ്മ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നുള്ള രീതിയിലും ഒക്കെ എല്ലാ പണികൾക്കും എല്ലാം ചെയ്യണതിനൊക്കെ നമ്മൾ അമൽ എന്ന് പറയും. പക്ഷെ പ്രൊഫഷണലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗൽ അല്ലെങ്കിൽ വലീഫ എന്നാണ് ചോദിക്കുക. ഓക്കെ, നിന്റെ ജോലി എവിടെയാണ്? വേൻ ഷുഗലക്ക് എന്നാണ് ചോദിക്കുന്നത്. വേൻ അമലക്ക് എന്ന് ചോദിക്കൂല. അപ്പം എൻ്റെ പണി എവിടെയാടാ എന്നുള്ളൊരു രീതിയിലായിട്ട് മാറും. മലയാളത്തിൽ നിങ്ങൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രാണ് അല്ലേ? അപ്പൊ നിങ്ങളവിടെ മലയാളത്തിൽ എന്താ ജോലിക്ക് പറയാ? ജോലി എന്നാണോ, പണി എന്നാണോ, എന്താണ് പറയാ? ജോലി തന്നെ കൂടുതൽ പറയാറില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ? അല്ലല്ല, ജോലി പണി അതൊക്കെ തന്നെ. അതൊക്കെ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഷോൽ, അമൽ, വലീഫ. ഓക്കെ, വലീഫ. ഓക്കെ, ഇനി അപ്പം എന്താണ് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെ പറയാ? ഐ വർക്ക്. അന അഷ്തഗിൽ എന്ന് പറയണം. അപ്പോൾ അന ഷുഗൽ എന്ന് പറയരുത്. ഐ വർക്ക് എന്നാകുമ്പോൾ അന അഷ്തഗിൽ. ഓക്കെ, ഇനി യു വർക്ക് എന്നാകും അതെന്താവും? അന എന്ന് പറഞ്ഞാൽ ഞാൻ, യു ആകുമ്പം ഇൻത തഷ്തഗിൽ എന്നാവും. ഇൻതയാകുമ്പം അനയാവുമ്പം അനയുടെ ഫസ്റ്റത്തെ ആ എടുത്തിട്ട് അഷ്തഗിൽ എന്ന് കൊടുക്കും. വേർബിന്റെ മുന്നിൽ അന അഷ്തഗിൽ. ഇൻതയാകുമ്പം തഷ്തഗിൽ എന്നാ വരിക. ഇൻത തഷ്തഗിൽ, യു വർക്ക്. ഓക്കെ, സോ നമ്മളിപ്പോ ഒരു ആണിനോട് ഇപ്പൊ യു വർക്ക് അല്ലെ, നീ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഇൻത തഷ്തഗിൽ എന്ന് പറഞ്ഞാല്. ഇനി നീ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ടോൺ ഇട്ട് കൊടുത്താൽ മതി. ഇൻത തഷ്തഗിൽ അല്ലേ? ഒരു ചോദ്യം ഫോമാറ്റില്. റിട്ടേണിൽ നമ്മൾ അതിന്റെ മുന്നേ ഹൽ എന്ന് എഴുതാറുണ്ട്. കണ്ടുണ്ടോ കുട്ടികളെ ബുക്കിലൊക്കെ? ഹൽ ഇൻത തഷ്തഗിൽ എന്നാണ് എഴുതുക. പക്ഷെ സംസാരത്തില് ഹല്ലിന്റെ ആവശ്യമല്ല. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ടോൺ ഇട്ട് കൊടുത്താൽ അതെന്തായി? ചോദ്യം ആയി. തഷ്തഗിൽ, നീ ജോലി ചെയ്യുന്നുണ്ടോ? ഫീമെയിലിനോടാണെങ്കിൽ ഇൻതി. ഓക്കെ, ഇൻത ആണാണ്, ഇൻതി പെണ്ണാണ്. സോ ഇൻതി തഷ്തഗിലീൻ. പെണ്ണിനോടാകുമ്പോൾ ഇൻതി എന്നതായത് കൊണ്ട് തഷ്തഗിലീൻ എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അത് തഷ്തഗിലീൻ എന്നൊന്നും കേൾക്കൂല, തഷ്തഗിലി എന്നേ കേൾക്കുള്ളൂ സംസാരത്തില്. ഓക്കെ, സോ ഇൻതി തഷ്തഗിലി, നീ ജോലി ചെയ്യുന്നുണ്ടോ? സോ എന്താണ് ഇൻതി തഷ്തഗിലി യാ ഉഖ്തി ബീമ? أنا أشتغل في مستشفى. اوكي، ما شاء الله تبارك الله. انا اشتغل في مستشفى. لا، سو انا اشتغل، انت تشتغل، انت تشتغلين. അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നത് നാം ആണോ? അല്ലെങ്കിൽ ഏ എന്ന് പറഞ്ഞാൽ ഏ എന്നാണ് അവർ പറയാറ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏ എന്നാ പറയാറ്. നാം എന്ന് പറയുന്നത് എന്തുവാണ്? അതും അത് കറക്റ്റ് ആണ്. തന്നെയാണ് യെസ് യെസ് എന്നുള്ളത്. നാം, ഓക്കെ ഓക്കെ, യെസ് എന്നതൊക്കെ നാം എന്ന് പറയും. യെസ് എന്നുള്ളതിന് ഓക്കെ നാം എന്ന് പറയാം, എ എന്നും പറയും. അന അഷ്തഗിൽ.
ഇൻതി തഷ്തഅലീൻ അന അഷ്തഅൽ, അങ്ങനെ പറയാം അല്ലേ. ഉം. അപ്പോൾ നമ്മൾ ചോദിക്കും എന്ത്, വേർ ഡു യു വർക്ക് അല്ലേ, വേർ. അപ്പം എന്താണ് വേർ എന്നതിന്? വെയിൻ. വെയിൻ. യു വർക്ക് ഇൻ ദി വെയിൻ. ആ ഇൻ ദി വെയിൻ വെയിൻ. ഇൻത ഇൻ ദി വെയിൻ. തഅലീൻ. ഇൻ ദ ഇൻതി വെയിൻ. ആവുമ്പോൾ വെയിൻ ഇൻത തഷ്തഇൽ ആണിനോടാണെങ്കിൽ ആ ഇൻതയുടെ ആവശ്യമില്ല. ഇൻതയുടെ തഷ്തഇൽ വന്നതുകൊണ്ട് തഷ്തഇൽ എന്ന് പറഞ്ഞാൽ തന്നെ യു വർക്കാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഓക്കെ. ഒക്കെ ഇൻത വെച്ച് പഠിക്കാം. അപ്പം നമുക്ക് ഇൻത എന്ന് പറയുമ്പോൾ തഷ്തഇൽ എന്ന് കിട്ടിക്കോളും അല്ലേ. വെയിൻ ഇൻത അതെ. തഷ്തഇൽ അല്ലേ, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്. പെണ്ണിനോടാണെങ്കിൽ വെയിൻ ഇൻതി തഷ്തഇലീൻ അല്ലേ, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്. എങ്ങനെ ജോബിന് പോവാറൊക്കെ ഉള്ളത്, സെൽഫാണോ അതോ എങ്ങനെയാണ് ഓഫീസിലേക്ക് പോവാറുള്ളത്? നടന്നിട്ട്. നടന്നു പോകില്ല. അപ്പൊ ആളുകളെ പരിചയപ്പെടാനൊക്കെ അവസരം കിട്ടാറുണ്ടോ? കൂടെ കാണാറുണ്ട്. ജസ്റ്റ് ഇല്ല. 2 മിനിറ്റ്, 1 മിനിറ്റേ ഉള്ളൂ. അത്രയും അടുത്താണല്ലേ, അപ്പൊ അവസരം കിട്ടൂലേ. ട്രെയിനിലും മെട്രോയിലൊക്കെ പോകുന്നവർക്കൊക്കെ ഒരുപാട് ആ. ചാൻസസ് കിട്ടും അല്ലേ. പരിചയം പേഷ്യൻസ് വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഇതിന് ആ പഠിച്ചത് തന്നെ പേഷ്യൻസ് വേണ്ടിയിട്ടാണല്ലേ. നമുക്കിത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ചൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് കുറച്ച് ടേംസ് കൂടെ തന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പേഷ്യൻസിന്റെ അടുത്തും ചോദിക്കാം, ജസ്റ്റ് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അതിന് സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ആ അറബിനൊക്കെ സമയമുണ്ട്. പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് ഞാൻ മെയിനായിട്ട് പഠിക്കുന്നില്ല. ഞാനിപ്പോ പഠിക്കുന്നത്. അപ്പൊ കുറെ നിങ്ങൾ വേർഡ്സ് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പം അവരുമായിട്ട് കുറെ കൂടെ ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു ചാൻസ്. ഇപ്പൊ ഇൻട്രഡക്ഷൻ പഠിച്ചില്ലേ, എങ്ങനെ ചോദിക്കാം എന്നുള്ളത്, ബേസിക് കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ ആ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുക അപ്പൊ കൂടുതൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ ഈ മിലാദി ആ മിലാദി ചോദിക്കണമെന്ന് പറഞ്ഞു. ആ മിലാദാണ് എന്ത്, ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത്. ഉംറ മിലാദിയോ. ആ അത് തന്നെ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി അതിന് ഡേറ്റ് വേണ്ടിയിട്ട് ഓഫ് ബർത്ത് എങ്ങനെ ചോദിക്കുക? നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ഹലോ. റിലേറ്റഡ്. ഹലോ. ഹലോ. ഹലോ ഹലോ. ആ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് ടേംസ് ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളെ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ട്രെയിനോട് ചോദിച്ചാൽ മതി. ഓക്കെ. സോ എപ്പോഴാണ് ഡേറ്റ് ഓഫ്, ഓക്കെ. എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത്, താരീഖ് മീലാദക് എന്ന് ചോദിച്ചാൽ മതി. താരീഖാണ് ആ ഡേറ്റ് അല്ലേ. ഓക്കെ. മീലാദക് നിങ്ങളെ, താരീഖ് മീലാദക് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ. മനസ്സിലായോ? അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരികയാണ്, ചിലത് കിട്ടുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മളടുത്ത് ചോദിക്കാം ഇതെങ്ങനെയാ പറയാന്നുള്ളത്. ഗ്രൂപ്പിൽ തന്നെ, ഡിസ്കഷൻ ഓക്കെ. ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. എന്നാൽ എന്താവും, ബാക്കിയുള്ളവർക്കും കൂടി അതൊരു അറിവായിരിക്കും. ഓക്കെ. സോ ഏത് മെത്ത മെത്ത എപ്പോഴാണ്, അങ്ങനെ വേണേൽ ചോദിക്കാം. മെത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ്. മെത്ത ഈദ് മീലാദക്, എപ്പോഴാണ് നിങ്ങളെ, എന്താണ് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ താരീഖാണ് കേട്ടോ, മറ്റത് ബർത്ത്ഡേ ആണ്. താരിഖ് മീലാദക്കാണ് കേട്ടോ. മെത്ത താരിഖ് മീലാദക്ക്, എപ്പോഴാണ് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള രീതിയിൽ. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് താരിഖ് ഓക്കെ. മീലാദക്ക് എന്ന് ചോദിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ടോണിൽ അത് ചോദിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാം. വെയിൻ തെഷ്തഗിൽ ആണിനോടാണെങ്കിൽ വെയിൻ തെഷ്തഗിൽ, വെയിൻ തെഷ്തഗിലീൻ എന്നൊക്കെ ചോദിക്കാം. ഇന്തി തെഷ്തഗിലീൻ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ അല്ലേ. അപ്പം മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ പ്രാക്ടിക്കലി ചോദിക്കാൻ ശ്രമിക്കണമെല്ലാം. ഓക്കെ. സോ മാക്സിമം റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. അവർക്ക് നല്ല ഇഷ്ടമാണ്, അറബ്സിന് നല്ല ഇഷ്ടമാണ് സംസാരിക്കുന്നവർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ആ ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ കുറച്ചുകൂടെ ഇതൊന്ന് ഫ്ലുവന്റ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള അറിയുന്നത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായി പറയുക. ഒരു അവസരവും മിസ്സാക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇൻഷാല്ലാ ഇൻഷാ. പേരെന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഏത് മീലാദൊക്കെ എന്താണ്, പിന്നെ സോറാഖ് വാട്ട് ഹാപ്പൻഡ് അല്ലേ, സോറാണ് ഹാപ്പൻ, സോറാഖ് അല്ലേ. അയ്യ മുഷ്കില, സോറ്. ആ. സോറാണ് ഹാപ്പൻ, എന്താ പറ്റിയത് ചോദിക്കൂല നമ്മള്. സോറാഖ് അല്ലേ. അയ്യ മുഷ്കില, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെയൊക്കെ അറബിയിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അവർ പറയുന്നത് കുറേയൊന്നും മനസ്സിലാവില്ല, പക്ഷെ എന്നാലും ചോദിക്കുക. മനസ്സിലാവാത്ത, അങ്ങനെയാണ് ഞാൻ അവര് കിട്ടുന്ന ഒരു ചെറിയ വാക്കുകൾ വെച്ചാണ് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ കിട്ടാത്തത് വേഗം ആലം നോട്ട് ഫിൽ ചെയ്യുക. സദർ. എന്നിട്ട് നിങ്ങൾ ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ അടുത്തോ ചോദിക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. പിന്നെ നെക്സ്റ്റ് ടൈം അവർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താന്നുള്ളത്. അപ്പോൾ വൊക്കാബുലറി ഒക്കെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ വേഗം അത് നോട്ട് ചെയ്യുക. അല്ലെ അപ്പോൾ തന്നെ ഫോണിൽ ജസ്റ്റ് മെസ്സേജ് പോലെ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ അത് ക്ലിയർ ചെയ്യാം.
അങ്ങനെ നമ്മൾ പഠിക്കണം. അതാണ് ഏറ്റവും നല്ല ചാൻസ്. ഓക്കെ ഓക്കെ ഇൻഷാല്ല. സോ നമ്മൾ പഠിച്ചു അല്ലേ, എവിടെയാണ് ജോലി ചെയ്യുന്നത്. വെൻ തഷ്തഗിൽ ഓർ വെൻ തഷ്തഗലീൻ, പെണ്ണിനോടാണെങ്കിൽ വെൻ തഷ്തഗലീൻ. സോ നമ്മൾ ആൻസർ പറയും എന്ത്, അന അഷ്തഗിൽ ഫിൽ മുസ്തഷ്ഫ അല്ലെങ്കിൽ ഫിൽ മദ്രസ, എവിടെയെന്ന് വെച്ചാൽ പറയും അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഡോക്ടറാണെന്ന് എങ്ങനെ പറയാം? അന ത്വബീബ. അന ത്വബീബ. പെണ്ണാകുമ്പോൾ നമ്മൾ എന്ത് പറയും? അന ത്വബീബ. ആണാണെങ്കിൽ ത്വബീബ് അല്ലെങ്കിൽ ദുക്തൂർ എന്നും പറയാറുണ്ട് ഇപ്പോൾ. ദുക്തോറ ദുക്തോറ. ദുക്തോറ എന്ന് പറയാറുണ്ട്. ഇപ്പം കുറേ കാര്യങ്ങൾ എന്താണ് ഇംഗ്ലീഷ് വൽക്കരിച്ചിട്ടുണ്ട് അല്ലേ. ബസ്സിന് ബാസ് എന്ന് പറയും, പണ്ടൊക്കെ ഹാഫില എന്നാണ്, ഇപ്പോൾ ബസ്സിന് ബാസ് എന്ന് പറയും. അതുപോലെ ദുക്തൂറ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇനി ഇനി അറിയും, എനിക്കറിയും എന്നുള്ളതിന് നമ്മൾ പഠിച്ചില്ലേ, ഫസ്റ്റ് തന്നെ കുറച്ച് വേർഡ്സ് പഠിച്ചു. അന ആരിഫ് അല്ലേ. ഒന്ന് നമുക്ക് എന്ത് പറയാം? അന ആരിഫ് അല്ലെങ്കിൽ അന മാലൂം, അന അദ്രി, ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ അന ആകുമ്പം ആരിഫ് ആകും അല്ലേ, എനിക്കറിയാം. ഇനി നിനക്കറിയാം എന്നാകുമ്പം ഇൻത താരിഫ് എന്നാകും. ഇൻത ആകുമ്പോൾ എന്താവും? താരിഫ്. ഇൻത താരിഫ് അല്ലെ, നിനക്കറിയോ താരിഫ്. അപ്പം അത് ക്വസ്റ്റ്യൻ ടോണിൽ നിനക്കറിയുമോ എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ടോൺ ഇട്ടാൽ മതി. താരിഫ് താരിഫ് വെയിൻ, നിനക്കറിയോ എവിടെയാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സാധനം ഹോസ്പിറ്റൽ റിലേറ്റഡ് സാധനം മറന്നു വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെ, താരിഫ് താരിഫ് വെയിൻ ജവാലി, എൻ്റെ ഫോൺ എവിടെയാണെന്ന് നിനക്കറിയോ. താരിഫ്. അപ്പോഴൊക്കെ നമ്മൾ താരിഫ് യൂസ് ചെയ്യണം. ഇനി പെണ്ണിനോടാണെങ്കിൽ താരിഫീൻ താരിഫീൻ അല്ലേ, ഇൻതി താരിഫി എന്നാകും. അന ആരിഫ് ഇൻത താരിഫ് ഇൻതി താരിഫീൻ. ക്ലിയർ ആണോ? ക്ലിയർ. അല്ലേ. അപ്പം നിനക്ക് അറബി അറിയുമോ, ഒരാണിനോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു നോ അറബി? انت تعرفين عربي. അല്ല انت تعرف. ആണിനോടാണെങ്കിൽ ഇന്ത താരിഫ്, ഇന്ത താരിഫ് അറബി. പെണ്ണിനോടാണെങ്കിൽ എങ്ങനെ ചോദിക്കണം? انت تعرفين عربي. ഇന്തി താരിഫീൻ അറബി. അപ്പൊ നിങ്ങൾക്ക് വെറുതെ അറബ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാം, ഇന്ത താരിഫീൻ. പെണ്ണോട് ഇന്തി താരിഫീൻ മലയാളം അല്ലേ, മലയാളം അറിയോ, വെറുതെ ചോദിക്കുക. അനമീൻ കേരളക്കാർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അറബ്സിന്. ഭയങ്കര ഇഷ്ടം. അപ്പൊ ചിലവരൊക്കെ സുഖമാണോ എന്ന് തന്നെ ചോദിച്ചോണ്ടായിരിക്കും. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം അറബി അറിയോ എന്നുള്ളതിന്, അല്ല മലയാളം അറിയോ എന്നൊക്കെ ചോദിക്കാം. അപ്പം നമുക്ക് എന്തറിയണം? താരിഫീൻ എന്നുള്ളത് അറിയണം. സോ ഇത് താരിഫീൻ അറബി. അപ്പൊ അവര് ഒന്ന് രണ്ട് വാക്കുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ അതൊക്കെ അറിയണം. നമുക്ക് താരിഫ് എന്നുള്ള വേർഡ് അറിയണം അല്ലേ. ആരിഫ് എനിക്കറിയാം, താരിഫ് നിനക്കറിയാം. താരിഫ് ക്വസ്റ്റ്യൻ ടോണിൽ നിനക്കറിയുമോ അല്ലേ. അപ്പം എന്താണ്, നമ്മളൊക്കെ ഇപ്പം എന്താണ് ഇപ്പം ട്രൈ ചെയ്യാണ് അല്ലേ. ട്രൈ എന്നുള്ളതിന്റെ അറബിക് വേർഡാണ് എന്ത്? ട്രൈ അറിയില്ല. അഹാവിൽ 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 എന്ന് പറയും. അഹാവിൽ. ഓക്കെ. അപ്പം അഹാവിൽ ഞാൻ ട്രൈ ചെയ്യാണ് എന്തിന്? അതാലം പഠിക്കാൻ, ടു ലേൺ അല്ലേ. ലേൺ ആണ് അതാലം അല്ലെങ്കിൽ അദുറുസ് എന്നും പറയാം അല്ലേ. നമുക്കിപ്പോൾ അറബി അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം സ്റ്റഡിയിങ് നൗ അന അദുറുസ് അറബി അൽഹീൻ അല്ലേ. അല്ലെങ്കിൽ അന അതാലം അറബി അൽഹീൻ, ഞാനിപ്പോൾ അറബി എന്താണ് പഠിക്കുകയാണ്. ഇനി പഠിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആഡ് ചെയ്യണമെങ്കിൽ അഹാവിൽ. അന അഹാവിൽ അതാലം അറബി അല്ലേ. അപ്പം ഞാനിപ്പോൾ ഹാവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം ഇതൊക്കെ നമ്മൾക്ക് പുതിയ വേർബ്സുകളും ഇതിൻ്റെ കൂടെ അറിയണ്ടേ. ക്രോർസ്, തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് വേർബ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ചെറിയ ചെറിയ വേർബുകളും ഇതിൻ്റെ കൂടെ പഠിക്കുക. ആരിഫ് അല്ലേ, അതാലം. അപ്പം ആരിഫ് ഐ നോ ആണ്, അതാലം ഐ ലേൺ ആണ്. അന അതാലം അറബി നൗ. അദുറുസ് ഐ സ്റ്റഡി ആണ്. രണ്ടും പറയാം. അന അദുറുസ് അറബി അൽഹീൻ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാണെന്നും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അഹാവിൽ. അന അഹാവിൽ അതാലം അറബി അല്ലേ. മനസ്സിലാവുണ്ടോ? ഞാൻ ഇംപ്രൂവ് ചെയ്യാന്നാണെങ്കിൽ നമ്മൾ അതവർ എന്ന വേർഡ് യൂസ് ചെയ്യും അല്ലേ. ഐ ആം ഇംപ്രൂവിങ്. അന അൽഹീൻ അതവർ അറബി അല്ലെ. അതവറാണ് എന്ത്, ഞാൻ ഇംപ്രൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ അന അൽഹീൻ അഹ്സൻ അറബി, ഉഷാറാക്കാൻ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് കസ്റ്റമറോട് പറയാം അന അതകല്ലമ അറബിക് അഷാൻ അല്ലെ, ഞാൻ നിങ്ങളോട് അറബി പറയാൻ കാരണം അഷാൻ അന അഹ്സൻ
അറബി. ഞാൻ അറബിയിൽ എന്താകും? ഉഷാറാകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അന അഹാവിൽ അത്തക്കല്ലം ലിൽ അറബി. അതുകൊണ്ടാണ് ഞാൻ അറബിയിൽ സംസാരിക്കാൻ അത്തക്കല്ലം എന്ന് പറയുമ്പോൾ സ്പീക്കാണ്. أتكلم. അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാം നിങ്ങളെ എന്താണ് പേഷ്യൻസിന്റെ അടുത്ത് അല്ലേ? ഐ വാണ്ട് എന്നുള്ളതിന് എന്താ പറയാന്നറിയോ? ഐ വാണ്ട്. I അബാ അബാ അല്ലെ? കേട്ടുണ്ടോ? أبغى അബാ അബാ കേട്ടുണ്ടോ? ഇവിടെ സൗദിയിൽ അബഗ എന്ന് പറയും. അവിടെ എനിക്ക് തോന്നുന്നു ഇമറാത്തിൽ അബ എന്ന് യൂസ് ചെയ്യാറുള്ളൂ അല്ലേ? അബ أبى. കേട്ടുണ്ടോ? അബ അബി എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ടാവും അല്ലേ? സോ അബ എന്താണ്? അബ അല്ലെങ്കിൽ അബ അദ്റുസ് അറബി. എനിക്ക് അറബി പഠിക്കണം അല്ലേ? ഐ വാണ്ട് ടു ലേൺ അറബി. അഷാൻ അതുകൊണ്ടാണ് എന്ത് അന അതകല്ലമക് ലിൽ അറബിയ. നിങ്ങളോട് ഞാൻ അറബിയിൽ സംസാരിക്കുന്നത്. അപ്പൊ അവര് മാഷാ അള്ളാ എന്ന് പറഞ്ഞിട്ട് അവര് നിങ്ങളെ അടുത്ത് പിന്നീട് അറബി പറഞ്ഞോളൂ. അപ്പൊ അതൊക്കെ പറയാൻ ശ്രമിക്കട്ടോ إن شاء الله. ഇൻഷാല്ല. അപ്പൊ അതിന് നമുക്ക് പുതിയ പുതിയ വേർബ്സുകളൊക്കെ അറിയണം. ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യണം. അങ്ങനെ ചെറുത് ചെറുത് നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാ വേർബ്സുകളും പയ്യെ പയ്യെ നമ്മൾ അറിഞ്ഞിരിക്കും ഇൻഷാല്ല. إن شاء الله. ഓക്കെ. ഇനി ഇനി ഐ ലവ് എന്നുള്ളതിന് നമ്മൾ എന്ത് പഠിച്ചു? ഒഹെബ്. أحب. ഒഹെബ്. അപ്പൊ യു ലവ് എന്നാണെങ്കിൽ أحبك. ഒഹെബ് ഐ ലവ്. അന ഒഹെബ് ഇൻത أنت أح- തുഹിബ്. تحب. أوكي. ഇൻത തുഹിബാകും أنت അല്ലെ? تحب. യു ലവ് നിനക്ക് ഇഷ്ടമാണ്. ഇനി പെണ്ണാണെങ്കിൽ ഇൻതി തുഹിബീൻ. تحبين. തുഹിബീൻ അല്ലെ? അന ഒഹിബ് ഇൻത തുഹിബ് ഇൻതി തുഹിബീൻ. ലൈക്ക് അന ആരിഫ് ഇൻത താരിഫ് ഇൻതി താരിഫീൻ അല്ലേ? അപ്പം നിനക്ക് കോഫി ഇഷ്ടമാണോ എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് കോഫി? أنت تحب القهوة. ഇൻത തുഹിബ് കഹ്വ. ഇനി പെണ്ണിനോടാണെങ്കിൽ أنت تحبين قهوة. ഇന്തി തുഹിബി ഗാവ. ഓക്കെ. അതാണ്. ഇനിയിപ്പോ നിനക്ക് യാത്ര ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ട്രാവൽ? أنت تحب سفر. സഫർ. യെസ്. ഫീമെയിൽ ആണെങ്കിൽ أنت تحبين سفر. ഇന്തി തുഹിബീൻ സഫർ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എന്തിനാണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലേ? നമ്മൾ ഹോബീസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അതിനാണ് തുഹിബീൻ അല്ലെ? തുഹിബീൻ സഫർ. യാത്ര ഇഷ്ടാണോ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷനും അതിന്റെ ചോദ്യങ്ങൾ പഠിച്ചു അല്ലെ? ഇനി എനിക്ക് ഇഷ്ടമില്ല, ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ, അതെങ്ങനെ പറയും? അതും കൂടി നമ്മൾ പഠിച്ചു അല്ലെ സെക്കൻഡ് മോഡ്യൂളില്. അതെങ്ങനെ പറയാ? ഐ ما ഡോണ്ട് ലൈക്ക്. ആ ما വേർബിന് മുന്നേ മാ ചേർക്ക. അനമ വേർബിനാണെങ്കിൽ ഒഹിബ്. ഓക്കെ. അനമ أنا ما تحبين سفر. അനമ ഒഹിബ്. അവിടെ ഒഹിബ് തന്നെ മതി. ഒഹിബീൻ വേണ്ട. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അനയാകുമോ ഒഹിബുള്ളൂ أوكي. അല്ലേ? ما أحب سفر. അനമ ഒഹിബ് സഫർ. എനിക്ക് യാത്ര എന്തില്ല? ഇഷ്ടമില്ല. ഇനി എനിക്ക് മക്കളില്ല, അതെങ്ങനെ നമ്മൾ പറയാ? ഐ ഡോണ്ട് ഹാവ് കിഡ്സ്. ഐ ഹാവ് കിഡ്സ് أنت എങ്ങനെ പറയാ? ما ആ I have أنت ولدين ആ അല്ലെങ്കിൽ ഇന്ത്യ ആയിലയും ആ ആയില ആയില. ആയില ആയില എന്ന് പറഞ്ഞ ഫാമിലിയാണ്. ഓക്കെ. ആയില ഫാമില അത്ഫാലാണ്. അത്ഫാലാണ് സ്വിറ്റ്സർലൻഡ്. കിഡ്സ്. അത്ഫാൽ. അത്ഫാൽ. ആ അപ്പൊ എനിക്കില്ല. അതുപോലത്തെ എന്തോ ഒരു വാക്കല്ലേ യൂസ് ചെയ്യുന്ന ആയില പോലത്തെ എന്തോ ഒരു വേർഡല്ലേ ആയില ഔലാദാണോ? ഔലാദല്ലേ അയാൽ അയാൽ. അയാൽ. അതെ അതെ അയാൽ. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് മക്കളുണ്ട്. സോ ഇന്തി അയാൽ. അയാൽ. എനിക്ക് മക്കളില്ല എന്നാണെങ്കിൽ ഇന്തി മാ അയാൽ. മാ ഇന്തി. അതാണ് ഒന്നും കൂടി നന്നാവും കേട്ടോ. മാ എനിക്ക് ഇന്തി അയാൽ. മാ ഇന്തി അയാൽ. എനിക്ക് കാറില്ല. മാ ഇന്തി സയ്യാറ. മാ ഇന്തി സെയ്യാറ. നിനക്ക് കാറുണ്ടോ? انت سيارة. എന്തൊക്കെ സെയ്യാറ. എന്തൊക്കെ സെയ്യാറ. عندك سيارة. എന്തൊക്കെ സെയ്യാറ. عندك അപ്പം മാ سيارة. ഇന്തി സെയ്യാറ അല്ലേ? اوكي. എനിക്ക് അറബി അറിയൂല. انا ما اعرف عربي. അന മാരിഫ് അറബി. സോ അതാണ് മാ ചേർത്ത് കൊടുത്താൽ മതി വേർബിന്റെ ഒക്കെ മുന്നിലാണെങ്കിൽ. ഇനിയിപ്പോ മാരീഡ് അല്ല അതൊക്കെ ആണെങ്കിൽ മൂ ചേർത്ത് കൊടുക്കുക. അനമു മുത്സവ്വിജ് അല്ലെ? അനമു മുത്സവ്വിജ അല്ലേ? ഞാൻ ടയേർഡ് ആണെന്ന് എങ്ങനെ പറയാ? تعبان. അന താബാന അല്ല? ഞാൻ ടയേർഡ് അല്ല എന്നാണെങ്കിൽ انا ما تعبان. അനമു انا مو താബാന. تعبان. ഓക്കെ. مو മായും تعبان. മൂക്കാണ്. മൂവാണ് ഒന്നും കൂടി അവിടെയൊക്കെ അപ്രോപ്രിയേറ്റ് കേട്ടോ. ഓക്കെ. اوكي. അജക്റ്റീവ്സിന്റെ ഒക്കെ മുന്നിൽ മൂവാണ്. പക്ഷെ മാ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി
അപ്പൊ നിനക്ക് കോഫി ഇഷ്ടമാണോ? അപ്പൊ നമ്മൾ പറയുന്നു ഇല്ല എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഇല്ലാതെ പറയാൻ എങ്ങനെ പറയാം? അപ്പൊ തുഹിബീൻ ഗഹ്വ, അപ്പൊ നിങ്ങൾ പറയണ ഇല്ല, അപ്പൊ ലാ എന്ന് ചേർക്കുക ഫസ്റ്റ്. ലാ. ഓക്കെ, അനമ ഒഹെബ് ഗഹ്വ. അപ്പൊ അവിടെ നമ്മൾ ലാ, ഇല്ല എന്ന് ഫസ്റ്റ് സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ ലാ എന്നുള്ള ഇത് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയറാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തൊക്കെ ഐഷക് ഓർ ഐഷുക്കൂക്ക്?